ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വൈദ്യുത ബലങ്ങളും അവയുണ്ടാക്കുന്ന മണ്ഡലങ്ങളും, ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഫീൽഡ്സ്, വൈദ്യുത മണ്ഡലങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കഥ പറഞ്ഞ് നിർത്തി. തേൽസിൻ്റെ കഥ മുതൽ വില്യം ഗിൽബർട്ടിൻ്റെ എക്സ്പെരിമെൻറ്റ്, അതിനുശേഷം ഡോക്ടർ ബെഞ്ചമിൻ ഫ്രാങ്കലിൻ്റെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ്, അതിൽ നിന്ന് അവർ ഉരുത്തിരിഞ്ഞെടുത്ത വൈദ്യുത ചാർജിൻ്റെ നിരവധി സ്വഭാവ ഗുണങ്ങൾ. ഏകദേശം ബെഞ്ചമിൻ ഫ്രാങ്കലിൻ്റെ ഈ കഥ നടക്കുന്നത്, എക്സാക്ട്ലി സ്പീക്കിംഗ്, എല്ലാ ഒബ്സർവേഷൻസും പുറത്തു വരുന്നത് 1740 കൊല്ലൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ പറയുന്നതാണ് ഒരു സീക്വൻസിന് വേണ്ടി. അപ്പം ഏകദേശം 1785 ആയപ്പോഴേക്കും വൈദ്യുത ചാർജുകളുടെ അളവുകളെ ബന്ധിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ പരിമാണപരമായ സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചെടുക്കുന്നതിനും ചാൾസ് അഗസ്റ്റിൻ ഡി കൂലോം എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റുകാരൻ സ്റ്റാർട്ട് ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ചാർജസ്. യഥാർത്ഥത്തിൽ ചാൾസ് അഗസ്റ്റിൻ ഡി കൂലോംബല്ല ഈ കൂലോം ലോ കണ്ടെത്തിയത്. ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് കൂലോംസ് ലോയാണ്. ചാൾസ് അഗസ്റ്റിൻ ഡി കൂലോംബിനെ ഹോണർ ചെയ്യാനാണ് ഞാൻ ചാർജുകൾക്ക് കൂലോം എന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് കൊടുത്തത്. ഇത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത് പ്രിസ്റ്റിലിയാണ്. ഇങ്ങനെയൊരു ഫോഴ്സുകൾ, ചാർജുകൾക്ക് ഇങ്ങനെയൊരു ഫോഴ്സ് ഉണ്ടാവും. കാരണം നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, സജാതീയ ചാർജുകൾ വികർഷിക്കും, വിജാതീയ ചാർജുകൾ ആകർഷിക്കും. കറക്റ്റ്. അപ്പോൾ അതിനെ നമുക്ക് പരിമാണപരമായി മാറ്റണം. അത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് നടത്തും. ഇംഗ്ലീഷാണ് ഏറ്റവും എളുപ്പം. പിന്നെ പരിമാണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് നടത്തണം. ഈ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് നടത്താനുള്ള ഏറ്റവും വലിയ പ്രേരണ, മോട്ടിവേഷൻ ബിഹൈൻഡ് ദിസ് വാസ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതെൻ്റെ ആമുഖ സ്പീച്ച് ഞാൻ പറഞ്ഞിരുന്നു. ന്യൂട്ടൺ നിയമങ്ങൾക്ക് അനുസൃതമായി ഇവിടെ ഒരു നിയമം എഴുതിയുണ്ടാക്കുക ചെയ്തു. കറക്റ്റ്. അക്കോർഡിംഗ് ടു Newton's law of gravitation, F is directly proportional to m1 m2 by r square. അപ്പം ഇതിൽ നിന്നാണ് അവർക്ക് ആദ്യമായിട്ടൊരു പ്രേരണ കിട്ടുന്നത്. ഒറ്റ ചെറിയ ചോദ്യം അവർ സ്വയം ചോദിച്ചോളൂ. പ്രകൃതി മാസുകൾക്ക് ഇങ്ങനെയൊരു ബലം നൽകിയിട്ടുണ്ടെങ്കിൽ അവ ചാർജുകൾക്ക് നൽകിയിരിക്കണം. ബിക്കോസ് നാച്ചർ ലവ്സ് സിമെട്രി. പ്രകൃതിക്ക് ഒരാളോടും ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും കൊടുക്കുന്ന നിയമങ്ങളൊക്കെ ഒരേപോലെയാണ്. അതേപോലെ ചാർജുകളും മാസുകളും എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആട്രിബ്യൂഷൻസ് ഓഫ് എൻ ഓബ്ജക്റ്റാണ്. ഓബ്ജക്റ്റിനുള്ള ഡിഫറെൻ്റ് ആട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുകയും ഒരാൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പ്രകൃതിയുടെ ഡിസ്ക്രിമിനേഷനാണ്, അല്ലെങ്കിൽ മലയാളം പറഞ്ഞാൽ വിവേചനമാണ്. അപ്പോൾ അതുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പം ഡയറക്റ്റായിട്ട് പ്രിസ്റ്റിൽ ഇങ്ങനൊരു നിയമം എഴുതുകയാണ്. കറക്റ്റ്. ഇത് മാസുകളാണ്, അപ്പോൾ ചാർജുകൾക്ക് വേണ്ടി നിയമം എഴുതി. സെയിം ഫോർമുല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദ മോട്ടിവേഷൻ ബിഹൈൻഡ്
Coulomb's law was ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പക്ഷേ പ്രീസ്റ്റ്ലിക്ക് എന്തുകൊണ്ടോ അത് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ആ നിയമത്തിലെത്താൻ പറ്റിയില്ല. ഈ നിയമം ശരിയാണെന്ന് ആദ്യം സമർത്ഥിക്കണം. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇൻ 1785 ചാൾസ് അഗസ്റ്റിൻ ഡി കുലോംബ് ഡിഡ് ഇറ്റ്. ചാൾസ് അഗസ്റ്റിൻ ഡി കുലോംബ് അത് എക്സ്പെരിമെൻ്റ് നടത്തി. നിരവധി എക്സ്പെരിമെൻറ്റുകൾ മൂപ്പര് നടത്തിക്കൊണ്ട് മൂപ്പര് നടത്തിയ എക്സ്പെരിമെൻ്റ് ഡീറ്റെയിൽസ് ഇരിക്കാൻ കിടക്കുന്നില്ല. വളരെ മനോഹരമായ എക്സ്പെരിമെൻ്റ് മൂപ്പര് കണ്ടക്ട് ചെയ്ത് ഈ നിയമം ശരിയാണെന്ന് സമർത്ഥിച്ചു. കറക്റ്റ്. പിന്നെ എക്സ്പെരിമെൻ്റൽ വഴി അദ്ദേഹം F=k Q1 Q2/r². അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അന്ന് കണ്ടിരുന്നത് വേറെ ചില യൂണിറ്റുകളായിരുന്നു. CGS, FPS എന്നുള്ള യൂണിറ്റുകളാണ് അന്ന് കൂലോംബ് കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കത് പറ്റി. അപ്പം ഇൻ SI, International System of Units, the value of K is experimentally found to be 1/4πε0. ഈ വാല്യൂ കണ്ടെത്തിയത് എക്സ്പെരിമെൻ്റലിയാണ്. കറക്റ്റ്. അപ്പോൾ അതിനൊരു ഫിസിക്സ് വന്നു അവിടെ. അതായത് ε0 refers to the permittivity of free space or vacuum. അതിനർത്ഥം 2 ചാർജസ് അല്ലെങ്കിൽ 2 പോയിൻറ്റ് ചാർജസ്, മലയാളത്തിലും പോയിൻറ്റ് ചാർജിനെ വിളിക്കുന്നത്, 2 പോയിൻറ്റ് ചാർജുകൾ 6 അകലത്തിൽ വെച്ചാൽ 2 പോയിൻറ്റ് ചാർജുകൾ 6 അകലത്തിൽ വെച്ചാൽ അവ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഉണ്ടാകും. അത് ചാർജുകളുടെ സ്വഭാവം അനുസരിച്ച്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ദ വിൽ റിപ്പൽ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ദ വിൽ റിപ്പൽ. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ ദ വിൽ അട്രാക്ട്. അപ്പം തൽക്കാലം ഞാൻ Q1 ഉം Q2 നും സൈൻ കൊടുക്കുന്നില്ല. പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് പറയുന്നില്ല, ജനറലായിട്ട് പറയാം. കറക്റ്റ്. സോ 2 വൈദ്യുത ചാർജുകൾ 6 അകലത്തിൽ വെച്ചാൽ അവ തമ്മിലുണ്ടാകുന്ന ആകർഷണ വികർഷണ ബലങ്ങൾ ചാർജുകളുടെ വർഗത്തിന് പ്രൊപ്പോർഷണലായിരിക്കും. കറക്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പോയിൻ്റാണ്. അടുത്തത് ചാർജുകളുടെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. ആൻഡ് ഫോഴ്സ് ഡിസ്റ്റൻസിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ഡിസ്റ്റൻസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ ദ വാല്യൂ K ഈസ് ഫൗണ്ട് ടു ബി 1/4πε0. ε0 ആരാണ്? ε0 എന്ന് പറയുന്നത് നിങ്ങൾ ചാർജ് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു മീഡിയം. ആ മീഡിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വിദ്വാനാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയും പെർമിറ്റിവിറ്റി. കറക്റ്റ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആൻഡ് ദിസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ε0 ഈസ് ഈക്വൽ ടു 8.98. അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇൻറ്റു 10⁻⁻12 നിർബന്ധമാണ്. 8.98 × 10⁻⁻12. Whereas 1/4πε0 is equal to 9 × 10⁻9. രസകരമായ വാല്യൂസാണ്. ഇത് വാല്യൂ വേണം, ഈ വാല്യൂ വേണം. അപ്പോൾ സ്പേസിൻ്റെ അല്ലെങ്കിൽ വേക്കത്തിൻ്റെ വേക്കത്തിൻ്റെ പെർമിറ്റിവിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ, അപ്പം കൂടുതൽ സാധനം ചോദിക്കുന്നത്, സാർ എന്ത് ഈ പെർമിറ്റിവിറ്റി? പെർമിറ്റിവിറ്റി ഈസ് എ വേർഡ് ഒറിജിനേറ്റഡ് ഫ്രം പെർമിറ്റ്സ്. അനുവദിക്കുന്നതാണ്. ആരനുവദിക്കുന്നു അല്ലെങ്കിൽ ആരനുവദിക്കാതിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അവന് എങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ മീഡിയത്തിന്.
കറക്റ്റ്. അതായത് അത് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് എടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചാർജിൽ നിന്ന് മറ്റൊരു ചാർജിലേക്കോ അല്ലെങ്കിൽ ഈ ചാർജിൽ നിന്ന് ഈ ചാർജിലേക്കോ ഒരു ബലം കൈമാറ്റം പെടുന്നുണ്ട്. ഈ ബലം കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ ശക്തി തീരുമാനിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള മീഡിയമാണ്. കറക്റ്റ്. അപ്പം മീഡിയം തീരുമാനിക്കും നീ ഇത്ര ബലം അങ്ങോട്ട് കടന്നു പോയാൽ മതി, അല്ലെങ്കിൽ നീ ഇത്ര അങ്ങോട്ട് കടന്നു പോയാൽ മതി എന്ന് തീരുമാനിക്കും. അതാണ് പെർമിറ്റിവിറ്റി. അങ്ങനെ മനോഹരമായ പേര് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ്. പെർമിറ്റിവിറ്റി ഈസ് എ വേർഡ് ഡെറൈവ്ഡ് ഫ്രം പെർമിറ്റ്, അനുവദിക്കുക. കറക്റ്റ്. അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കുക, രണ്ടിനും നമുക്ക് പെർമിറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. കറക്റ്റ്. സോ ഓർത്ത് വെക്കുക. ഇനി ഇവൻ്റെ യൂണിറ്റാണ് ചിലർക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടാവാറുള്ളത്. കറക്റ്റ്. ശ്രദ്ധിച്ചോളൂ, എന്താണ് കെയുടെ യൂണിറ്റ്? ലുക്ക് അറ്റ് ദിസ് ഫെലോ കെയർഫുള്ളി. That is F is equal to K Q1 Q2 by R square. This is what is called as Coulomb's law. Correct? K യുടെ വാല്യൂ ഞാൻ പറഞ്ഞു, പക്ഷേ കെയുടെ യൂണിറ്റ് ഞാൻ ആദ്യം എഴുതി കളയാം. മാഗ്നിറ്റ്യൂഡ് എഴുതുന്ന യൂണിറ്റ് എഴുതാം. K is equal to F R square by Q1 Q2. So unit of F is Newton, unit of R is meter, divided by, this is Coulomb, this is Coulomb, this is Coulomb square. Or the unit of K is equal to Newton meter square per Coulomb square. ഇതൊന്നും ബൈഹാർട്ട്, ഫിസിക്സിൽ ഒരു സെൻറ്റൻസ് പോലും ബൈഹാർട്ട് പഠിക്കാനുള്ളതല്ല. കറക്റ്റ്. ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ വായിച്ച അനുഭവം കൊണ്ട് മെമ്മറി റീകലക്ട് ചെയ്യാൻ പറ്റണം. ഇനി ഇവൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു, വാല്യൂ ഈസ് 9 × 10⁹. ഇനി നമുക്ക് എപ്സിലോൺ സീറോയുടെ യൂണിറ്റ് ഒന്ന് വെറുതെ നോക്കാം. കറക്റ്റ്. സോ അക്കോർഡിംഗ് ടു Coulomb's law, F is equal to 1/4πε0, where ε0 is the permittivity of free space or vacuum. എയർ ഓർ വാക്യൂം എന്ന് പറഞ്ഞാൽ മതി. Q1 Q2 by R square. ഇനി ശ്രദ്ധിച്ചോളൂ, എനിക്ക് ε0ൻ്റെ യൂണിറ്റാണ് കാണാനുള്ളത്. ε0 ഇടത്തോട്ട് മാറ്റുന്നു. 1/4π R square Q1 Q2. Correct? So ε0 has the unit of Q1 Q2 ൻ്റെ യൂണിറ്റ് Coulomb square. 4πക്ക് യൂണിറ്റ് ഇല്ല, എഫിന് ന്യൂട്ടൺ. The meter square. So I have, correct, ന്യൂട്ടൺ മുകളിലേക്ക് എടുക്കുക, മീറ്റർ സ്ക്വയറിനെ മുകളിലേക്ക് എടുക്കുക, സി സ്ക്വയർ അവിടെ തന്നെ. ഇതൊക്കെ യൂണിറ്റ് എഴുതുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പേടി മാതിരിയാണ്. ഒന്നുമില്ല. സോ കെയുടെ യൂണിറ്റ് എന്താണോ അതിന് ഇൻവേഴ്സാണ് ഇയാൾ. ഓക്കോ, എന്നിന് പകരം എൻ ഇൻവേഴ്സ്, എം സ്ക്വയറിന് പകരം എം ഇൻവേഴ്സ് സ്ക്വയർ, സി സ്ക്വയർ -2 പകരം സി സ്ക്വയർ. ഇവിടുത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫണ്ടമെൻ്റൽ തിങ്സ്. അപ്പോൾ നമ്മൾ Coulomb's law എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാൻ ചാർജുകൾ വെക്കാൻ പോകുന്നത് ഒരു മീഡിയത്തിലാണ്. നേരത്തെ വെച്ചിരിക്കുന്നത് എയർ ഓർ വാക്യൂം. സാധാരണ നമ്മൾ എയറിലാണ് വെക്കുക. അപ്പോൾ എയറിൽ വെക്കുമ്പം ε0ൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു 8.98 × 10⁻⁴. ഇതിൻ്റെ വാല്യൂ, കറക്റ്റ്, ഇതിൻ്റെ വാല്യൂ ഈസ് 8.98 × 10⁻12. യൂണിറ്റ് ഈസ്, അത് എയർ ഓർ വാക്യൂത്തിൻ്റെയാണ്. ഇനി നമ്മുടെ ചാർജുകളെ വെക്കുന്നത്, പോയിൻറ്റ് ചാർജുകളെ വെക്കുന്നത് Q1 Q2 R അകലത്തിൽ വെക്കുന്നു. ഒരു മീഡിയത്തിൽ, ഹിയർ ഇറ്റ് ഇസ് എ മീഡിയം ഇൻ ബിറ്റ്വീൻ
the charges, there is a medium. കറക്റ്റ്. അപ്പോൾ നമുക്ക് ഫോഴ്സിന് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീൻ്റെ പേരാണ് പെർമിറ്റിവിറ്റി. അപ്പം മീഡിയം മാറുന്നതനുസരിച്ച് ഇവൻ Q1 നിന്ന് Q2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഫോഴ്സ്, Q2 നിന്ന് Q1ലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഫോഴ്സ് അവൻ നിയന്ത്രിക്കും. എങ്ങനെയാണ്? ഒരു പ്രത്യേക മീഡിയം വെച്ചു, എയറും വെക്കുമല്ല. സോ എഫ് ഈസ് ഈക്വൽ ടു Q1 Q2 by 4 pi epsilon by r square, where epsilon is the permittivity of the medium. നേരത്തെ എയർ ഓർ വാക്വം വെച്ചപ്പം എപ്സിലോൺ 0 എന്ന് എടുത്തത്. കറക്റ്റ്. അപ്പോൾ നമുക്ക് രണ്ടാളുകളുണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് എന്ന് പറയുന്നത് എയർ ഓർ വാക്വത്തിൻ്റെ, അല്ലെങ്കിൽ ഇത് മീഡിയത്തിൻ്റെ. വേർ എപ്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഇതെന്തോ ആവാം, വെള്ളമോ മൈക്കോ പേപ്പറോ. കറക്റ്റ്. കംപ്ലീറ്റ് പേപ്പർ കെട്ടുകൾ, ഒരു ചാർജ് ഇപ്പുറത്ത് ഒരു ചാർജ് ഇപ്പുറത്ത്. കറക്റ്റ്. അപ്പോൾ അവിടെ പേപ്പറിൻ്റെ എപ്സിലോണാണ് പ്ലേ ചെയ്യുക. ഞാൻ വെള്ളത്തിലാണ് ചാർജ് വെക്കുന്നത്, അവിടെ പ്ലേ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ എപ്സിലോണാണ്. കറക്റ്റ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിന്റ്. നമുക്കിപ്പോൾ രണ്ടാളുകളുണ്ട്, മീഡിയം. കറക്റ്റ്. അടുത്തത്, ദിസ് ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം ഓർ ഫ്രീ സ്പേസ്. ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം. Now I am introducing another term, that is permittivity of a medium measured with respect to air or vacuum. Permittivity of a medium, that is, permittivity of a medium measured with respect to air or vacuum is called relative permittivity. ഇതൊക്കെയാണ് ചിലർക്ക് ഡൈജസ്റ്റ് ചെയ്തിരിക്കുക. ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എയറിൻ്റെ പെർമിറ്റിവിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുക. അതിനെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു എയർ ഓർ വാക്വം ഈസ് കാൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ആൻഡ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം ഈസ് ടേക്കൺ ടു ബി 1. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എന്താ സാറേ പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം സാർ 1 എടുത്ത്? അതായത് എപ്സിലോൺ ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ആളെ ഇതുവരെ ഒന്നിൽ കുറവ് ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഏറ്റവും മിനിമം ഉള്ളത് എയറിനാണ് താനും. എയർ ഓർ വാക്വത്തിന് ഏറ്റവും മിനിമം ഉള്ളത് അത് ഇതുവരെ 1ലും കുറവ് കണ്ടെത്തിയിട്ടില്ല, നെഗറ്റീവ് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ബേസിക്കായിട്ട് 1 എന്നെടുത്തു. കറക്റ്റ്. അതിൻ്റെ അർത്ഥം എയറിൻ്റെ പെർമിറ്റിവിറ്റി ഇത് എപ്സിലോൺ 0. ഞാൻ നേരത്തെ പറഞ്ഞതാ. അപ്പോൾ എപ്സിലോൺ 0 ബൈ എപ്സിലോൺ 0 1. കറക്റ്റ്. വെരി കെയർഫുൾ. ഞാൻ ഇതാണ് എൻ്റെ നിർവചനം. എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് എപ്സിലോൺ ആർ. ഇനി എയർ ഓർ വാക്വം എടുക്കുക. എയർ ഓർ വാക്വം എന്ന് പറഞ്ഞാൽ മീഡിയത്തിൻ്റെ എപ്സിലോൺ എത്രയാണ്? എപ്സിലോൺ 0. അപ്പോൾ അത് എപ്സിലോൺ 0. സോ എപ്സിലോൺ 0 ബൈ എപ്സിലോൺ 0 ഈസ് 1. എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് പോയി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു മീഡിയത്തിൻ്റെയും പെർമിറ്റിവിറ്റി എയർ ഓർ വാക്വത്തിനേക്കാളും കുറഞ്ഞ് നമുക്ക് എക്സ്പെരിമെൻ്റിൽ കിട്ടിയിട്ടില്ല. സോ ഇറ്റ് ഈസ് ടേക്കൺ ടു ബി 1. ഓർ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് എപ്സിലോൺ ആർ, മീൻസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ. കറക്റ്റ്. സോ our formula F is equal to Q1 Q2 by 4 pi epsilon r square. If 2 പോയിന്റ് ചാർജുകൾ r അകലത്തിൽ വെച്ചാൽ, എവിടെ വെച്ചാൽ? ഒരു മീഡിയത്തിൽ വെച്ചാൽ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ. ഇതാണ് ഫോഴ്സ്. കറക്റ്റ്. വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നു. നോക്കിക്കോളൂ.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എപ്സിലോൺ ഐ എം റൈറ്റിംഗ് Q1 Q2. Instead of epsilon I am writing epsilon 0 epsilon r square. So this is the most general formula. Epsilon r is the relative permittivity of every medium. Correct? So this is the most general formula, where epsilon 0 is the permittivity of air or vacuum. Correct? അപ്പം നമ്മളെപ്പോഴും പറയുമ്പം റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ കുറിച്ചാണ് പറയാം. എയറിനെ അപേക്ഷിച്ച് ഇയാൾക്ക് എത്ര ഉണ്ട്, എയറിനെ അപേക്ഷിച്ച് ഇയാൾക്ക് എത്ര ഉണ്ട്. കറക്റ്റ്. ഇനി ഞാൻ ചില ആളുകളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി മാത്രം ഒന്ന് പറയാം. കറക്റ്റ്. ഞാൻ നേരത്തെ 1 എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. കറക്റ്റ്. എയറിൻ്റെ എപ്സിലോൺ ആർ ഫോർ എയർ it is 1.0005. ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്രോക്സിമേറ്റ്ലി 1 എന്നാ പറയാം. എറർ വെക്കാം അപ്രോക്സിമേറ്റ്ലി 1. കറക്റ്റ്. സോ എക്സാക്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഈസ് 1.005. അടുത്തത് പേപ്പറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഏകദേശം ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ധാരണ വേണം. ഇതിൻ്റെ പെർമിറ്റിവിറ്റി ഏകദേശം ഇത്രയൊക്കെയാണ്. കറക്റ്റ്. ആക്ച്വലി ഇറ്റ് ഈസ് 2 മുതൽ 5 വരെ. 2 മുതൽ 5 വരെയുള്ള പേപ്പറുകൾ അവൈലബിൾ ആണ്. കറക്റ്റ്. 2, 3, 4, 5, 2.5 എന്ത് വേണോ ആവാം. കറക്റ്റ്. ഇതാണ് പേപ്പറിൻ്റെ പെർമിറ്റിവിറ്റി. കറക്റ്റ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്കയുടെ പെർമിറ്റിവിറ്റി 3.6. അത് എക്സാക്റ്റ് വാല്യൂ ഒന്നുമല്ല കേട്ടോ. 3.5, 3.4 ഇങ്ങനെ ഏകദേശം ഞാനൊരു ആവറേജ് എടുത്ത് എഴുതിയതാണ്. 3 എബോവ് മൈക്കയുടെ. വേറെ നമുക്ക് 2 ആളുടെ പെർമിറ്റിവിറ്റിയും കൂടെ വേണം ഏകദേശം. ഒന്ന് ഗ്ലാസ്, അക്യുറേറ്റ്ലി മെഷർ ചെയ്തൊരു ഗ്ലാസ് ഉണ്ട്, പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 5 മുകളിലാണ്. ആവറേജ് വാല്യൂ 5.6 ആണ്. 5 മുകളിൽ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. സാധാരണ പൈറക്സ് ഗ്ലാസിൻ്റെ. പിന്നെ നമുക്ക് വേറൊരാളുണ്ട് എപ്പോഴും പ്രോബ്ലം വരുന്നത്, വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 80 ആണ്. വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 80. ഇനി വേറൊരാളുണ്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മെറ്റൽ. കാരണം ഇവിടെ കംപ്ലീറ്റ് ഒരു ബ്ലോക്ക് ഓഫ് മെറ്റലാണ്. ഞാൻ ഇവിടെയാണ് Q1 ചാർജ് വെച്ചത്, ഇവിടെയാണ് Q2 ചാർജ് വെച്ചത്. അപ്പോൾ Q1 Q2ൻ്റെ ഇടയ്ക്കുള്ള മീഡിയം മെറ്റലാണ്. കറക്റ്റ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മെറ്റൽ ഈസ് ഇൻഫിനിറ്റി. അവൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. പെർമിറ്റിവിറ്റി എന്നാൽ വളരെ കൂടുതൽ. അപ്പോൾ നമുക്ക് നോക്കാം. കറക്റ്റ്. ലുക്ക് അറ്റ് ദിസ്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇവിടെ നോക്കിയോളൂ. കറക്റ്റ്. എപ്സിലോൺ ആർ ഇവിടെ ഇൻഫിനിറ്റിയാണ്. സോ Q1 Q2 by 4 pi epsilon 0 ഇൻഫിനിറ്റി. എനിത്തിങ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈസ് 0. അതിനർത്ഥം Q1ൽ നിന്ന് Q2യിലേക്കോ Q2ൽ നിന്ന് Q1ലേക്കോ ഒരു ബലവും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. There is no force of attraction or repulsion between 2 point charges, correct, kept in a medium metal. മെറ്റൽ എന്ന മീഡിയത്തിലാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ അവിടെ ഫോഴ്സ് ഉണ്ടാവില്ല.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിൻ്റാണ്. അപ്പോൾ എന്തുകൊണ്ട് സാറേ ഫോഴ്സ് കടത്തി വിടുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാനത് കുറച്ച് കഴിഞ്ഞ് പറയും. നമ്മൾ വൈദ്യുത മണ്ഡലങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ തമ്മിൽ ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാത്തത്. Q1 ഉം Q2 തമ്മിലൊരു ഫോഴ്സ് ഉണ്ടല്ലോ. Q1 ഉം Q2 തമ്മിൽ ഫോഴ്സ് ഉണ്ട്. Q1 Q2ലേക്കും Q2 Q1ലേക്കും ഫോഴ്സ് കൈമാറും. അതെന്തുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ മെറ്റലിൻ്റെ ഈ എപ്സിലോൺ ആറിന് നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ പേരൊന്ന് മാറ്റിപ്പിടിക്കും. അതിൻ്റെ പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. കറക്റ്റ്? യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ K. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം തന്നെയാണ് നമ്മളെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഈസ് നത്തിങ് ബട്ട് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം. കറക്റ്റ്? അപ്പോൾ നമുക്ക് നോക്കാം ഒരു ചെറിയ പോയിന്റ് കൂടെ. നോക്കൂ, എയറിന് 1 പോയിൻറ്റ് സംതിങ്, പേപ്പറിന് 2.5, മൈക്കൊക്കെ 3.6, ഗ്ലാസ്സിന് 5.6, വെള്ളത്തിന് 80. അപ്പോൾ പെർമിറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞ അർത്ഥം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൂടുക, ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. 1, 2, 3, 5, 80-ലെത്തി, മെറ്റൽ ഇൻഫിനിറ്റി എത്തി. അപ്പോൾ ഇത് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അവൻ പെർമിറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കുറയും. അപ്പോൾ പെർമിറ്റിവിറ്റി എന്നാൽ ഫോഴ്സിനെ അനുവദിക്കുന്ന ആളല്ല, അനുവദിക്കാത്ത ആളാണ്. കാരണം അനുവദിക്കുക എന്ന് പറയുമ്പോൾ എപ്സിലോൺ ആർ കൂടുമ്പോൾ ഫോഴ്സും കൂടണമല്ലോ. ഫോഴ്സിനെ കടന്നു പോകാതിരിക്കാൻ ഫോഴ്സിന് അനുവദിക്കാത്തതാണ്. Q1 നിന്ന് Q2ലേക്കുള്ള കൈമാറ്റത്തെ അവൻ തടഞ്ഞു നിർത്തും. അപ്പോൾ ശരിക്കും പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് പെർമിറ്റിംഗ് ടു ഗോ അല്ല, നോട്ട് പെർമിറ്റിംഗ് ടു ഗോ ആണ്. അങ്ങനെ ചെറിയൊരു ഒരു പാരഡോക്സ് കുട്ടികൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, ശരിക്ക് ആലോചിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്. നോക്കൂ, പിന്നെ എയറിൻ്റെ പെർമിറ്റിവിറ്റി 1, ഇവിടെ 1 ഫോഴ്സ് ഉണ്ട്. വെള്ളത്തിലാണ് ചാർജ് വെച്ചെങ്കിൽ ഇവിടെ 80. അതിൻ്റെ അർത്ഥം വെള്ളത്തിലാണ് ചാർജ് വെച്ചെങ്കിൽ അവിടെ ഫോഴ്സ് 80 ഇരട്ടി കുറഞ്ഞു പോകും. ഇപ്പോൾ പെർമിറ്റിവിറ്റി കൂടിയപ്പോൾ ഫോഴ്സ് എന്ത് ചെയ്തു? കുറഞ്ഞു. പെർമിറ്റിവിറ്റി കൂടിയപ്പോൾ ഫോഴ്സ് കുറഞ്ഞു. കറക്റ്റ്? അപ്പോൾ പെർമിറ്റിവിറ്റിയുടെ ഫങ്ഷൻ എന്താണ്? ഫോഴ്സിനെ കടന്നു പോകാതിരിക്കാൻ ശ്രമിക്കും മീഡിയം. കറക്റ്റ്? ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് വേണമെങ്കിൽ പറയാം. ഐ എം റൈറ്റിംഗ് ഫോഴ്സ് ഇൻ എയർ. Force in air means charges are kept in air. So I have Q1 Q2 by 4 pi epsilon 0. Epsilon r is 1 വഴുതണ്ട, r സ്ക്വയർ. ഇനി നമ്മൾ 2 പോയിന്റ് ചാർജുകളെ ഒരു മീഡിയത്തിൽ വെക്കുക, ഒരു മീഡിയത്തിൽ. സോ F in medium is equal to Q1 Q2 by 4 pi epsilon 0. ഈ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ആണ്. ഇവിടെ എയർ ആയതുകൊണ്ട് എപ്സിലോൺ ആർ 1 എന്നാണ്, r സ്ക്വയർ. കറക്റ്റ്? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 and this is equation number 2. നമ്മുടെ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. F in air by F in medium which is equal to, ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും കട്ട് ചെയ്ത് പോയി, ഇത് കട്ട് ചെയ്ത് പോയി, ഇത് കട്ട് ചെയ്ത് പോയി. സോ ദിസ് ഡിവൈഡഡ് ബൈ ദിസ് വൺ, സോ വി ഗെറ്റ് എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് നേരത്തെ ഡിഫൈൻ ചെയ്ത് ഓർമ്മ നിങ്ങൾക്ക്. എപ്സിലോൺ ആർ ഈസ് ഡിഫൈൻഡ് ആസ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം വിത്ത് റെഫറൻസ് ടു
പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ എക്കോ, ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ വേറൊരു നിർവചനം വന്നു. എപ്സിലോൺ ആർ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം. ഫോഴ്സ് ഇൻ എയർ ഡിവൈഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. കറക്റ്റ്. ഇത് വളരെ, അപ്പോൾ എപ്സിലോൺ ആർ കുറയാ എന്ന് പറഞ്ഞാൽ, എപ്സിലോൺ ആർ കുറയാന്ന് പറഞ്ഞാൽ മീഡിയത്തിലെ ആൾ കൂടും, മീഡിയത്തിലെ ഫോഴ്സ് കൂടും. കറക്റ്റ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കറക്റ്റ്. ആ മീഡിയത്തിലെ ഫോഴ്സ് കൂടണമെങ്കിൽ, ഇയാളെ നിങ്ങൾ കുറയ്ക്കണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇയാൾ കൂടുമ്പോൾ ഇത് കുറയും, അപ്പോൾ ഇയാൾ കുറയും. എങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എപ്സിലോൺ ആറിനെ പറയാം. അപ്പോൾ എപ്സിലോൺ ആറിൻ്റെ കൺഫ്യൂഷൻ തീർന്നു വിചാരിക്കുന്നു. കറക്റ്റ്. എപ്സിലോൺ ആർ ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് തന്നെയാണ് നമ്മൾ 2 ചാപ്റ്റർ കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന പേര് മാറ്റി നമ്മുടെ മുന്നിലെത്തും. വൺ ഓഫ് ദ സെയിം തിങ്. കറക്റ്റ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, നൗ വി ഇൻട്രൊഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫോഴ്സ്. വൈദ്യുത ബലം എന്താണെന്ന് പറഞ്ഞു. ഇതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാനുള്ള ഒരു ലോയാണ് കുലംബ്സ് ലോ. കുലംബ്സ് ലോ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഫോഴ്സ് വന്നു, ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫോഴ്സ്. ഇതാണ് നമ്മുടെ വൈദ്യുത ബലം. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു ഫോഴ്സ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരിക്കും ഇലക്ട്രിക് ഫോഴ്സ് വന്നതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ്. അതാണ് പ്രേരണ ഇത് എഴുതിയുണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും ഈ ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എത്രമാത്രം ഉണ്ടാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എപ്പോഴും ഫിസിക്കർക്ക് അതാ താല്പര്യം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്ത് ഓർമ്മ ആൾക്ക് 250 ഗ്രാം ഓഫ് വാട്ടർ, ഗ്ലാസ് ഓഫ് വാട്ടർ, ആ വെള്ളത്തിൽ എത്ര പോസിറ്റീവ് ചാർജുകൾ ഉണ്ടാവുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു. കോടാനുകോടി ആളുകൾ അവിടെ ഉണ്ടാവും, പ്രോട്ടോൺസ്, അല്ലെങ്കിൽ ഇത്ര ചാർജ് അവിടെ ഉണ്ടാവും. ആൾ ഭീകരനാണ്. കാരണം ഒരു 250 ഗ്രാം വെള്ളത്തിലെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ അത്രമാത്രം ഉണ്ടെന്ന് എന്നല്ല വെറുതെ. അവിടേക്കാണ് നിങ്ങളെ ഫിസിക്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനൊന്ന് കമ്പയർ ചെയ്യാം. എന്താണ് കമ്പയർ ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും റേഷ്യോ ഒന്ന് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും ആരാണ് ഭീകരൻ. അതാണ് വളരെ കാര്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് എടുക്കാം. ഇലക്ട്രിക് ഫോഴ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 2 ചാർജുകൾ ഇത്ര അകലെടുത്തു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ തൽക്കാലം മീനിങ്ലെസ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഹൈഡ്രജൻ ആറ്റം എടുക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൽ നിങ്ങൾക്ക് ആകെ അറിയാം ന്യൂക്ലിയസ്, അതിനുള്ളിലൊരു പ്രോട്ടോൺ, അതിന് ചുറ്റിക്കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ. കറക്റ്റ്. അപ്പോൾ ഈ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ഹൈഡ്രജൻ ആറ്റത്തിലെ ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ റിവോൾവിങ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും. ഇലക്ട്രോണും പ്രോട്ടോണും ഹൈഡ്രജൻ ആറ്റത്തിൽ ഇരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. ആക്ച്വലി ദ ഡിസ്റ്റൻസ് ഈസ് 5.3 × 10⁻11 മീറ്റർ. അപ്പോൾ ഈ അകലം, ഇതൊക്കെ ഒരു ധാരണ വേണം കേട്ടോ. 5.3 × 10⁻11 മീറ്റർ അകലത്തിലാണ് പ്രോട്ടോണും ഇലക്ട്രോണും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഒന്ന് നെഗറ്റീവാണ്, ഒന്ന് പോസിറ്റീവാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് ഫോഴ്സാണ്.
പറഞ്ഞോളൂ. ഇലക്ട്രിക് ഫോഴ്സ് ഈ സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രിക്. ഇലക്ട്രിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q1. ഇയാളുടെ ചാർജ്, അയാളുടെ ചാർജ് ഈ നിന്ന് എഴുതാം. പ്രോട്ടോണിൻ്റെ ചാർജ് അത് തന്നെയാണ്. The charge of an electron is 1.6 into 10 raised to minus 19. Charge of a proton is 1.6 into 10 raised to minus 19. Q1 Q2 by 4 pi epsilon 0 into R square. നമുക്ക് സിംപ്ലിഫൈ നോക്കാം. ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇത് 1.6, sorry, look at this fellow carefully. Fe is equal to, ആദ്യം എഴുതേണ്ടത് 1/4 pi epsilon 0 ആദ്യം എഴുതിക്കളെ, 9 into 10 raised to 9. അവിടെ ഒരു അസംഷൻ്റെ എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഉള്ളിലെ പ്രോട്ടോണ്, ഇപ്പുറത്ത് ഇലക്ട്രോണ്, അതിനുള്ളിൽ വേറെ ആരുമില്ല, വാക്വമാണ്. അതുകൊണ്ടാണ് എപ്സിലോൺ 0 എപ്സിലോൺ R എഴുതാതിരുന്നത്. 1/4 pi epsilon 0 is value is I already told you 9 into 10 raised to 9. Then E ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയും 1.6 into 10 raised to minus 19. രണ്ടുപേരും ഒരേ വാല്യൂ ആണ്, സ്ക്വയർ, ഹോൾ ഡിവൈഡഡ് ബൈ this fellow 5.3 into 10 raised to minus 11 the whole square. ഇത് നിങ്ങളെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് 8.1 into 10 raised to 8 ന്യൂട്ടൺ. അത്ര വലിയ ഫോഴ്സാണ്. 10 raised to 8 മീൻസ് 10 കോടി ന്യൂട്ടൺ. 10 raised to 8 ന്യൂട്ടൺ മീൻസ് 10 കോടി. 10 raised to 7 എന്ന് പറഞ്ഞാലാണ് 1 കോടി. അപ്പോൾ 10 കോടി ന്യൂട്ടൺ ഉണ്ടാവും. എവിടെ? ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ. അപ്പോൾ Fe ഞാനിവിടെ എഴുതി വെക്കാം. Fe is equal to 8.1 into 10 raised to 8 ന്യൂട്ടൺ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്ത പോയിന്റിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ഓർ ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺ? Look at this. ഇലക്ട്രോണിൻ്റെ മാസ് me, പ്രോട്ടോണിൻ്റെ മാസ് mp. അവർ നിൽക്കുന്ന ദൂരം ഞാൻ നേരത്തെ പറഞ്ഞു 5.3 into 10 raised to minus 11 മീറ്റർ. ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഒരേ ആളെ കമ്പയർ ചെയ്യാൻ പറ്റും. അത് തന്നെ ഇലക്ട്രോണും പ്രോട്ടോണും ഇപ്പോഴും എടുത്തത്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു C me mp by r square. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ വെറുതെ എഴുതി പോവാ. Fg is equal to gravitational force G is equal to 6.7 into 10 raised to minus 11. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ, ജിയുടെ വാല്യൊക്കെ. 6.7 എടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 6.7 into 10 raised to minus 11. മാസ് ഓഫ് ദ ഇലക്ട്രോൺ അതും എല്ലാവർക്കും അറിയാം. മാസ് ഓഫ് ദ പ്രോട്ടോൺ അതും എല്ലാവർക്കും അറിയാം. ഹോൾ ഡിവൈഡഡ് ബൈ r square. So 5.3 into 10 raised to minus 11 the whole square. ഇത് നമുക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ്. ആക്ച്വലി ഇവാലുവേറ്റിംഗ് ദീസ് നിങ്ങൾക്കൊരു സർപ്രൈസിങ് നമ്പറാണ് കിട്ടുക. ദാറ്റ് ഈസ് Fg ഈസ് ഈക്വൽ ടു 3.7 into 10 raised to minus 46.
കറക്റ്റ് ന്യൂട്ടൺ. കറക്റ്റ്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് നെഗ്ലിജിബിളി സ്മാൾ, 10⁻⁻47. കറക്റ്റ്. ഇതാവട്ടെ 10⁸. കറക്റ്റ്. ഇനി നമുക്കതിൻ്റെ റേഷ്യോ ഒന്ന് എടുത്തു നോക്കാം. കറക്റ്റ്. ഐ മേഡ് എ മിസ്റ്റേക്ക്, ഐ തിങ്ക്. നോ, ദിസ് ഫെലോ ഈസ് ഈക്വൽ ടു എഫ് ജിയുടെ വാല്യൂ, എഫ് ജി ഇത് വാലിഡേറ്റ് ചെയ്യണം. ഇത് വാലിഡേറ്റ് ചെയ്താൽ നിങ്ങൾ കിട്ടുന്ന വാല്യൂ, എഫ് ജിയുടെ വാല്യൂ ഞാൻ നേരത്തെ എത്ര എഴുതിയത്, ഐ തിങ്ക് കറക്റ്റ് 3.7 ഇൻറ്റു 10⁻⁻47. That much Newton only. That much Newton only. If you take the ratio between the two, correct, you will get another surprising number. When you take the ratio between the two, it becomes correct. It is of the order of 10⁻39. നമ്പർ മനഃപൂർവ്വം എഴുതുന്നില്ല, കാരണം ഒരുപാട് നമ്പർ ഉണ്ടാവും, നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഏകദേശം ഐഡിയ വേണം. സോ ഇലക്ട്രിക് ഫോഴ്സ് ഡിവൈഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻39. അല്ല 10⁻40 എന്ന് മനസ്സിൽ വെച്ചോ. കറക്റ്റ്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? കറക്റ്റ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഐഡിയ. എഫ് ഇ by Fg is approximately 10⁻39, or Fe is approximately 10⁻39 times ഇത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലാ മോഷൻസും നടക്കുന്നത് നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഗ്രാവിറ്റേഷൻ പറയുന്ന ഒരു ബലത്ത് ആണ് എല്ലാ ഗോളങ്ങളും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫോഴ്സ് ആവട്ടെ, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 10⁻39 times bigger than the gravitational force. 10⁻39 times bigger means 10⁻39 എത്ര? 1 39. ഈ ബോർഡ് തന്നെ എഴുതാൻ പറ്റില്ല. 1 39 അത്ര ഇരട്ടിയാണ് ഇലക്ട്രിക് ഫോഴ്സ്. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്ന വിദ്വാൻ അതുവരെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് അതുവരെ അതേ അറിയുമായിരുന്നുള്ളൂ. അതിനേക്കാളും 10⁻39 times ബിഗ്ഗറാണ്. സോ യു സീ ഹൗ മച്ച് ബിഗ് ദ ഇലക്ട്രിക് ഫോഴ്സ് ഈസ്. ഇലക്ട്രിക് ഫോഴ്സ് എത്രമാത്രം ഭീകരനാണ് എന്ന് ആലോചിക്കുക. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. കറക്റ്റ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിൻ്റാണ്. കറക്റ്റ്. മാത്രം ഭീകരനായ ഒരു ഫോഴ്സാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഇത് എഴുതായിരുന്നു. ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചുതരാം. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു E into E by 4πε0 r square, or this is equal to 9 into 9 E square by r square. Equation number 1. Correct? Fg is equal to capital G into mass of the electron into mass of the proton whole divided by same distance. ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലാണല്ലോ. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്തേക്കാം.
ഇതാണ് ശരിക്കും എളുപ്പമാർഗം. ഞാൻ നേരത്തെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് രണ്ടെണ്ണം കട്ട് ചെയ്ത് പോവും. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ നിങ്ങൾക്കറിയാം. ആരാ ഈ 1.6 × 10⁻⁻19 ഹോൾ സ്ക്വയർ. കറക്റ്റ്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ കിട്ടുന്നത് 10⁻39. ഏകദേശം മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. കറക്റ്റ്. ഇതെന്താ തെളിയിക്കുന്നത്? നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10 മടങ്ങ് എന്ന് പറയാൻ പാടില്ല, കോടാനുകോടി മടങ്ങാണ്. 10⁻39. 39 സീറോകളും. അത്ര ഭീകരനാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്ന ചങ്ങാതി. കറക്റ്റ്. അപ്പോൾ നമുക്ക് അവനെ പേടിക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും അത്ര ഭീകരനാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചില പോയിന്റുകൾ ഉണ്ട്. നമ്മൾ ഫോഴ്സ് പഠിച്ചു. കറക്റ്റ്. ഇനി സിലബസ് പറയുന്നത് കൂലം ഫോഴ്സ് ഞാൻ എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശരിക്ക് ലുക്ക് അറ്റ് ദിസ്. F is equal to Q1 Q2 divided by 4 pi epsilon 0 epsilon r square. ഇതിൽ Q1ഉം Q2ഉം പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ റിപ്പൽഷൻ ഉണ്ടാവും അറിയാം. ഇത് ചിലർക്ക് അറിയില്ല. അപ്പോൾ നോക്കൂ, ഈ പോസിറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? പോസിറ്റീവ്. കറക്റ്റ്. അപ്പോൾ ഈ വശം ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, പോസിറ്റീവിൻ്റെ പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് പിന്നെ നമ്പർ ആണല്ലോ. സോ പോസിറ്റീവ് കിട്ടി. പോസിറ്റീവിൻ്റെ പോസിറ്റീവ് ഈസ് പോസിറ്റീവ്. ഇവിടെ എന്താ ഉണ്ടാകുന്നത്? പോസിറ്റീവും റിപ്പൽ ചെയ്യും. സജാതീയ ചാർജുകൾ വികർഷിക്കും. അപ്പോൾ ഇവിടെ റിപ്പൽഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ യൂഷ്വലി റിപ്പൽഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ പോസിറ്റീവ്. ഇത് ചില കുട്ടികൾക്ക് തിരിയില്ല. എന്തുകൊണ്ടാണ് റിപ്പൽഷനെ പോസിറ്റീവ് എന്ന് വിളിക്കുന്നത്? എവിടെയെങ്കിലും റിപ്പൽഷൻ ഉണ്ടോ അവിടെ പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അടുത്തത്, സപ്പോസ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സപ്പോസ് ഇറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവിന് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം നെഗറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവാണ്, അതിനെപ്പറ്റി മൈൻഡ് ചെയ്യണ്ട. സോ പോസിറ്റീവിന് നെഗറ്റീവ് ഈസ് നെഗറ്റീവ്. അതിനർത്ഥം ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ എന്ത് ഉണ്ടാക്കും? വിജാതീയ ചാർജുകൾ ആകർഷിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് അട്രാക്റ്റീവാണ്. അതിൻ്റെ ഫിസിക്സ്, മാത്തമാറ്റിക്സ് നെഗറ്റീവ്. സോ wherever there is attraction, to indicate that we have to put negative sign. So attraction. ഇത് ഒരു ജനറൽ റൂളാണ്. നിങ്ങൾ പല ചാപ്റ്ററും പഠിക്കും. അവിടെയൊക്കെ റിപ്പൽഷൻ വരുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് സൈൻ ഇടുക, അട്രാക്ഷൻ വരുന്ന സ്ഥലത്ത് നമ്മൾ നെഗറ്റീവ് അതിന് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു ചെറിയ ചോദ്യം ചോദിക്കും, സാറേ F is equal to Gmm/r square. നോക്കാം. F is equal to Gm or Gmm/r square. ഇതല്ലേ? പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സുകൾ എന്ത് മാത്രമേ ഉള്ളൂ? അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്തിട്ട് കൊടുക്കണം? നെഗറ്റീവ്. So Newton's law should always be written as F is equal to minus Gmm/r square. Correct? At the higher level. Lower level, അത് +1 +2 +1 ആണ് നിങ്ങളിത് പഠിക്കുന്നത്. ലോവർ ലെവലിൽ ഈ മൈനസ് സൈനിൻ്റെ ആവശ്യകത വരുന്നില്ല, ആവശ്യകത ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ ഇടാറില്ല. പക്ഷേ ഡിഗ്രി ലെവലിലെത്തിയാൽ നമ്മൾ നിർബന്ധം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവലിൽ ഇപ്പം നിങ്ങൾ ഹയർ ലെവലാണ് കൈകാര്യം ചെയ്യുന്നത്. സോ F is equal to minus Gmm/r
mm/r² എന്ന് നിർബന്ധമായി എഴുതണം. അത് ഇവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയേ ഉള്ളൂ. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് കടന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഫോഴ്സ്, ബി വെരി കെയർഫുൾ. ഫോഴ്സ് greater than 0 implying repulsion. Force less than 0 implies attraction. ഇങ്ങനെ എഴുതാറുണ്ട്. ചിലപ്പോൾ അട്രാക്ഷൻ ഒന്നും എഴുതി വെക്കില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഇടൂല്ല. സോ എഫ് ഈസ് ഗ്രേറ്റർ ദൻ 0 മീൻസ് പോസിറ്റീവ്, മീൻസ് repulsion. Force less than 0 means negative, means attraction. ഇങ്ങനെ എഴുതാറുണ്ട്. കറക്റ്റ്. അടുത്ത പോയിന്റ് നോക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ആള്, എവരിബഡി നോസ് ദാറ്റ് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഇതൊരു സദിശ അളവാണ്. കറക്റ്റ്. വെക്ടർ ക്വാണ്ടിറ്റി, സദിശം. നമുക്ക് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണ്ടി രണ്ടായി തിരിക്കുന്നുണ്ട്, സ്കെയിലാറുകളും വെക്ടറുകളും. സ്കെയിലാർ മീൻസ് അതിശം, വെക്ടർ മീൻസ് സദിശം. ശരിക്കും സ്കെയിലാറും വെക്ടറൊക്കെ മതി. പക്ഷെ അഥവാറ്റ പേപ്പറിൽ നമ്മൾ അതിശം സദിശം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യം പറയുന്നതാണ് ഞാൻ. സ്കെയിലാർ മീൻസ് അതിശം. ആ സ്റ്റാൻഡ്സ് ഫോർ നോണ, ദിശയില്ലാത്തത്. കറക്റ്റ്. അതാണ് രസകരമായ പോയിന്റ്. കറക്റ്റ്. എവിടെ ഒരു ആ കണ്ടാലും അർത്ഥം നെഗേഷനാണ്, വിപരീത അർത്ഥമാണ്. കറക്റ്റ്. സത്യം, അസത്യം, നെഗേഷനാണ്. പ്രിയം, അപ്രിയം, എവിടെ ഒരു ആ വെച്ച് മലയാളത്തിൽ തുടങ്ങിയാലും നെഗറ്റീവ് മീനിങ്ങാണ്. അപ്പോൾ ആ ദിശം, ദിശയില്ലാത്തത്, അതിൻ്റെ പേരാണ് സ്കെയിലാർ. നമ്മൾ മനോഹരമായാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനൊക്കെ പേരിട്ടിട്ടുള്ളത്. സ്കെയിലാർ ക്വാണ്ടിറ്റി അതിശം. കറക്റ്റ്. അപ്പം സദിശം, ദിശ ഉള്ളത്. കറക്റ്റ്. ഇങ്ങനെയാണ് രണ്ടെണ്ണം ഉള്ളത്. പക്ഷെ നമ്മൾ നമ്മൾ ഫോഴ്സ് ഒരു സദിശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സദിശ പരിമാണമാണ്. കറക്റ്റ്. വെക്ടറാണ്.